എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കാണിക്കുന്നതേ, ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കണ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ട്ടാ. എല്ലാവരുടെയും വീട്ടിൽ വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ. ഞാൻ എൻ്റെ സാമ്പാർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ട്ടാ. അതിന് വേണ്ടിയിട്ട് ഒരു 50 ഗ്രാമോളം പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ട്ടാ. ഇതൊരു കുക്കറിലോട്ട് നമുക്ക് ഇട്ടിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കണം. പിന്നെ ഇതിനകത്തോട്ട് വേണ്ടിയ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്, 100 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു 3 തക്കാളി, പച്ചമുളക് ഒരു 3, 4 കഷ്ണം, 2 ക്യാരറ്റ്, 3, 4 ഉള്ളി ട്ടാ, ചെറിയ ഉള്ളി, ഒരു 3, 4 ഉരുളക്കിഴങ്ങ്. കഷ്ണങ്ങളെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ട്ടാ. തക്കാളി, മുരിങ്ങാക്കോല്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഉള്ളി, ഒരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്, വെണ്ടക്ക അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ട്ടോ. ഇനി ഞാൻ ഇതിനകത്തോട്ട് പരിപ്പ് വെന്ത് വന്നപ്പോൾ ഇതിനകത്തോട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, ഉള്ളി ഇത്രയും കാര്യങ്ങളാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി, മുരിങ്ങാക്കോല് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ട്ടോ. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ഉപ്പിട്ട് കൊടുക്കണേ, അതിൻ്റെ ഒരു സ്മെല്ല് നല്ല നമ്മൾ വിസിൽ വരൂലേ, അപ്പോൾ ഒരു നല്ല സ്മെല്ല് വരും ട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്മെല്ല്. അപ്പോൾ അത് വിസിലേക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ട്ടോ. ഇനി പൊടികളായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ സാമ്പാർ പൊടി, മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ഞാൻ എടുത്ത് വെക്കണുണ്ട് ട്ടോ തയ്യാറാക്കി. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി ബാക്കി കഷ്ണങ്ങൾ തക്കാളി, മുരിങ്ങാക്കോല്, വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെണ്ടയ്ക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. ഇനി അത് ഒറ്റ വിസിൽ ട്ടോ. അപ്പം നമുക്ക് ഇപ്പുറത്ത് താളിക്കൽ പരിപാടി നോക്കാം ട്ടോ. ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ട്ടോ. ഇനി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം ട്ടോ. നമുക്ക് വെണ്ടക്ക, മുരിങ്ങാക്കോല്, തക്കാളി ഇതൊക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റിയും വെക്കാം ട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പം അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് ട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യണേ. എല്ലാം കുക്കറിലിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലും ഒന്നും വെന്ത് അങ്ങനെ പാളീസായി പോയിട്ടില്ല ട്ടോ. എല്ലാം അതിൻ്റേതായ ഒരു പാകത്തിനാണ് എനിക്ക് കിട്ടിയേക്കണത് ട്ടോ. നിങ്ങൾ ഈ രീതിയിൽ സാമ്പാർ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്ടോ. ഇപ്പം ഈ കുക്കറൊക്കെ ഉള്ള കാരണം നമുക്ക് ഒരുപാട് സമയം ലാഭമുണ്ട്. അപ്പോൾ ദേ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ ഞാൻ. മുമ്പൊക്കെ പണ്ടൊക്കെ ഒരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ അടുപ്പത്താണ് വെക്കണത്. അപ്പോൾ അതിന് ഒരുപാട് ടൈമൊക്കെ വേണം. ഇപ്പം നമ്മൾ വിചാരിക്കണേലും വേഗം നമുക്ക് പണികൾ വേഗം തീർന്നുണ്ട് കേട്ടോ. കുക്കറിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ ഹെൽപ്പോടുകൂടി വേഗം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു 10, 20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ സാമ്പാർ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ട്ടോ. അത്ര ടൈമൊക്കെ മതി. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മുടെ കറിവേപ്പിലയും. അതില്ലാതെ ഒരു ഇതില്ലാലോ എനിക്ക്. ഒന്ന് ഇളക്കി കൊടുക്കാം ട്ടോ. അതിനുശേഷം നമ്മുടെ പൊടികൾ എടുത്ത് വെച്ചിട്ടില്ലേ, ആ പൊടികൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ട്ടോ. ഇതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം ട്ടോ നമുക്ക്. നമ്മൾ ഈ കറിയൊക്കെ വെക്കുമ്പോഴേ ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് പിന്നെ അന്വേഷിച്ച് നടക്കണ്ട. എല്ലാം വേഗം വേഗം ആകും. ഇതൊന്നായി വന്നിട്ടുണ്ട് കേട്ടോ. മൂത്ത് വന്നിട്ടുണ്ട്.
കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത്. കായത്തിൻ്റെ ഫ്ലേവറ് സാമ്പാറിന് നല്ലൊരു ഇതാണ് കൊടുക്കണത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉലുവയും കായവുമാണ്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എൻ്റെ കയ്യിലോട്ട് ആദ്യമേ ഈ സ്പൂണേ ഓടിയെത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ ഞാൻ ഈ സ്പൂൺ വെച്ചാണ് ഇത് ഇളക്കണേന്ന്. ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് നമ്മൾ ഈ ഗ്രേവിനകത്ത് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇതൊന്ന് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പൂണ് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. വലിയ കയ്യിലാക്കിയിട്ടുണ്ടേ. അപ്പം ഞാൻ ഇതൊന്ന് തിളച്ച് ഇതായി വരുന്നുണ്ട്. പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ സാമ്പാറിൻ്റെ കുക്കറിലുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കഷ്ണങ്ങളൊക്കെ നമ്മുടെ ഓൾറെഡി വെന്തിരിക്കുകയാണ്. ഇനി നമ്മളങ്ങനെ റഫായിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊടിഞ്ഞു പോണത്. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നൊന്നുമേ കൊള്ളാത്ത വിധത്തിൽ നമുക്ക് അങ്ങനെ പതുക്കെ ഇളക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ സ്ഥലത്തും നമ്മുടെ ഇളക്കൽ ഒപ്പത്തേം വേണം. എന്നാൽ കഷ്ണങ്ങളൊട്ട് പൊടിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. നമ്മുടെ മുരിങ്ങാക്കോല് വെന്ത് ഇതായി പോയിട്ടില്ല. അതുപോലെ തന്നെ വെണ്ടയ്ക്കയും എല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. എന്നാൽ വെന്തിട്ടുമുണ്ട്. പാകത്തിന് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? മുരിങ്ങാക്കോല് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഇളക്ക് എല്ലായിടത്തും ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ചൊന്ന് ഇതായി വരട്ടെ. ഗ്രേവി കുറവാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്കങ്ങനെ വലിയ കുറവായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഞാൻ ഇത്തിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇരിക്കും തോറും കുറുകുമല്ലോ. അപ്പോൾ ഞാൻ കുക്കറൊന്ന് കഴുകിയിട്ട് ഒന്ന് ഇത്തിരി കുളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം. കുക്കറിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തേക്കണം. പച്ചവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കല്ലേ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം. എനിക്ക് സാമ്പാറിൽ ഈ പരിപ്പ് ഇങ്ങനെ വേവാതെ കിടക്കണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാനപ്പോൾ സാമ്പാർ പരിപ്പ് നല്ലോണം വേവിച്ചിട്ടാണ് വെക്കണത്. അപ്പം സാമ്പാർ പരിപ്പ് വെന്ത് കുഴഞ്ഞു പോകുമ്പോൾ അതിരിക്കും തോറും നമ്മുടെ സാമ്പാർ കുറുകി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്തിരി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പം നല്ല ലൂസിന് തന്നെ ഇരിക്കും. ഇനി ഇതിനകത്തോട്ട് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നല്ല സ്മെല്ലാണ്. പണ്ടൊക്കെ എനിക്ക് ഈ മല്ലിയില കണ്ടുകൂടായിരുന്നു. സാമ്പാറിലായാലും ബിരിയാണിയിലായാലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കുറേശ്ശെ കുറേശ്ശെ ഉള്ളിൽ പോയി പോയി
എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ മല്ലിയില. ബിരിയാണിയിലിടാനും സാമ്പാറിലും രസത്തിലൊക്കെ ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കാറുണ്ട്. നല്ല സ്മെല്ലും കാര്യങ്ങളാണ് ഇതിന്. എനിക്കിഷ്ടാ അത്. അപ്പം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. നമ്മുടെ ഉപ്പ് കാര്യങ്ങളൊക്കെ ഈ ടൈമിൽ നോക്കാട്ടോ. എന്തെങ്കിലും കുറവുണ്ടോന്ന് നോക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാനേ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. ഇപ്പളാണ് നമ്മുടെ സാമ്പാറിന് നമ്മുടെ ഉപ്പും പുളിയും മധുരവും ഒക്കെ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സാമ്പാറിന് അപാരമായ ടേസ്റ്റ് ആയിരിക്കും ട്ടോ. ഒരു നുള്ള് മധുരവും കൂടി ചെല്ലുമ്പേ സൂപ്പർ ടേസ്റ്റാണ്. കായപ്പൊടി ലാസ്റ്റായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. നല്ല കിടു ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പളേ. ഞാൻ സാമ്പാർ ഉണ്ടാക്കിയൊക്കെ ചെയ്യും. നല്ല ഇത് കാര്യങ്ങളാണ്. എല്ലാവർക്കും എൻ്റെ സാമ്പാർ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ സാമ്പാറേ ചോറിൻ്റെ കൂടെ തിന്നാനായിട്ട് എനിക്ക് ആഹ്, അത്ര ഇതല്ല. ഞാൻ ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയാണ് കൂടുതലായിട്ട് സാമ്പാർ എനിക്കിഷ്ടം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളി കിടിലൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.